നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. പാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. ആർത്തുപാടി സ്തുതിച്ചിടുന്നു, ആനന്ദമോടെ പാടിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. അത്ഭുതങ്ങൾ ചെയ്തവന്റെ അതിശയനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. വാഴ്ത്തിടുന്നു വാഴ്ത്തിടുന്നു യേശുനാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല യേശുവേ, നിന്റെ നാമം വാഴ്ത്തിടുന്നു. നല്ലിടയ നല്ല ദൈവമേ, നന്ദിയോടെ വാഴ്ത്തിടുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ ആരാധന, പരിശുദ്ധാത്മാവേ മഹത്വം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവേ, ദൈവാത്മാവേ ശക്തി തരണമേ. 1 കൊരിന്തോസ് 15:57. എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഉച്ചത്തിൽ പറഞ്ഞ എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു വഴി എനിക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ഒന്നുകൂടെ ഉച്ചത്തിൽ പറയാമോ? എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു വഴി എനിക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സമൂഹത്തിലിരിക്കുന്ന അനേകരുടെ ഹൃദയത്തില് നൊമ്പരങ്ങളും വേദനകളും ഭാരങ്ങളുമുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ പുല്ലൂരാമ്പാറ നടന്ന ബൈബിൾ കൺവെൻഷൻ വെച്ച് ഒരു സഹോദരൻ എന്നോടൊക്കെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട്. ആ മകൻ എന്നോട് പറയുകയാണ്, ബ്രദറെ, എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത സകല കാര്യങ്ങളും പരാജയപ്പെട്ടു. ആ മകന്റെ വാക്കുകളാ, ഞാൻ ചെയ്ത സകല കാര്യങ്ങളും പരാജയപ്പെട്ടു പോയി. എന്റെ ജീവിതത്തിൽ ഇന്നുവരെ വിജയമുണ്ടായിട്ടില്ല. എന്റെ ജീവിതം ഒരു പരാജയമാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പരാജയമല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം വിജയമാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചൊന്ന് സ്തുതിച്ചേ. പോരാ, ഈ കൈയടി പോരാ, വിജയത്തിന്റെ കൈയടി, വിജയത്തിന്റെ കൈയടി പോരാ, ശക്തമായിട്ട് വിജയത്തിന്റെ കൈയടി. 2000 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തെ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്ന യേശുക്രിസ്തു, മനുഷ്യവർഗത്തിന്റെ സമ്പൂർണ്ണ രക്ഷകനായിട്ട് ഈ ഭൂമിയിലേക്ക് യേശു വന്നു.
അത്ഭുതങ്ങളിലൂടെ, അടയാളങ്ങളിലൂടെ യേശുക്രിസ്തു ദൈവമാണെന്ന് അവിടുന്ന് തെളിയിച്ചു. മരിച്ച ലാസറിനെ അവിടുന്ന് ഉയർപ്പിച്ചു. അസാധാരണമായ അത്ഭുതങ്ങൾ യേശു ചെയ്യുകയാണ്. യോഹന്നാന്റെ സുവിശേഷത്തില് 11-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, ലാസറിന്റെ കബറെടുത്തുങ്ങൾ വന്നുവെന്ന് സങ്കടപ്പെടുന്ന യേശു, കരയുന്ന യേശു. എന്തിനാണ് യേശു ലാസറിന്റെ കബറെടുത്തുങ്ങളിൽ നിന്ന് കരഞ്ഞത്? അടുത്ത നിമിഷം യേശു ലാസറിനെ ഉയർപ്പിക്കാൻ പോകുക. എന്നിട്ട് എന്താ യേശു കരഞ്ഞത്? കരഞ്ഞുവെന്ന് വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അവിടെ നിന്ന് യേശു കരഞ്ഞത് മർത്തായുടെയും മറിയത്തിന്റെയും അവിടെ കൂടി നിന്നവരുടെ സങ്കടം ഓർത്തുകൊണ്ടാണ്. മരിച്ച ലാസറിനെ ഓർത്ത് വേദനിക്കുന്ന സഹോദരി മർത്തായും മറിയവും, ബന്ധുക്കള്, ആ ദേശവാസികള്, സമീപവാസികൾ എല്ലാവരും ഉണ്ട്. അവര് സങ്കടപ്പെട്ട് കരയുക. കരയുന്നവരോടുകൂടെ കരയുന്നവനായ യേശു, സങ്കടപ്പെടുന്നവരോടുകൂടെ സങ്കടപ്പെടുന്ന യേശു. ലാസറേ പുറത്തു വരിക, ലാസറസ് കം ബാക്ക് ടു ലൈഫ്, ജീവനിലേക്ക് മടങ്ങി വരിക, ജീവിതത്തിലേക്ക് മടങ്ങി വരിക. യേശു കൽപ്പിച്ചു. മരിച്ചു ചീഞ്ഞു തുടങ്ങിയ ലാസറിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞിട്ട് 4 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. 4 ദിവസങ്ങൾ പിന്നിട്ട് ലാസറിന്റെ ശരീരം ചീഞ്ഞു തുടങ്ങിയിരുന്നു. ആ ശരീരത്തിന്റെ മേൽ ജീവൻ വന്നു. ലാസർ പുറത്തു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ലാസറിന് ജീവൻ കൊടുത്ത യേശു ഇവിടെയുണ്ട്. തകർന്ന ജീവിതങ്ങളെ അവിടുന്ന് പുനരുദ്ധരിക്കാൻ പോകുക. ഈ പന്തലിലിരിക്കുന്ന തകർന്ന മനസ്സുമായിട്ടുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് പുനർജീവിപ്പിക്കാൻ പോകുക. തകർന്ന ജീവിതങ്ങളുടെ മേൽ കർത്താവിന്റെ മഹത്വത്തിന്റെ ശക്തി ഇറങ്ങും. തകർന്ന ജീവിതങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. ജീവിതത്തിൽ ഇന്നോളം പരാജയപ്പെട്ടവരുടെ ജീവിതങ്ങളില് തുടർന്നിതാ വിജയം കർത്താവ് നൽകുവാൻ പോകുക. കരമെത്തി പിടിച്ചെന്ന് പറയാമോ? എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു വഴി എനിക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് വിളിച്ചു പറഞ്ഞേ. എല്ലായിടത്തും എപ്പോഴും യേശുക്രിസ്തു വഴി എനിക്ക് വിജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ലാസറിന് ജീവൻ കൊടുത്ത ദൈവം അവിടെ സങ്കടപ്പെട്ടിരുന്ന എല്ലാവരുടെയും കണ്ണുനീരിന് ആശ്വാസമായിട്ട് യേശു മാറുകയാണ്. അവിടെ മുൻപിൽ അസാധാരണമായ ഒരത്ഭുതമാണ് യേശു പ്രവർത്തിച്ചത്. മരിച്ച ലാസറിന് അവൻ ജീവൻ കൊടുത്തു. കല്ലെടുത്ത് മാറ്റാൻ പറഞ്ഞപ്പോൾ ചില പറഞ്ഞു ചീഞ്ഞ ദുർഗന്ധം വമിക്കുമെന്ന്. മൃതശരീരം ചീഞ്ഞു ദുർഗന്ധം വമിക്കുമെന്നാണ് അവിടെ നിന്ന് പലരും പറഞ്ഞത്. കർത്താവ് ജീവൻ കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റ കാര്യം ഹൃദയത്തിൽ ചെയ്താൽ മതി. വിശ്വസിക്കുക. യേശുക്രിസ്തു കർത്താവാണ്. യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. യേശുക്രിസ്തു എന്നെ ഉപേക്ഷിക്കത്തില്ല. യേശുക്രിസ്തു എന്നെ അനുഗ്രഹിക്കുമെന്ന് ഹൃദയത്തിൽ ഉറച്ചു വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ്. മർത്തായോട് യേശു പറയുന്നു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഒറ്റ കണ്ടീഷനാണ് യേശു പറയുന്നത്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. എന്താണ് വിശ്വസിക്കേണ്ടത്? ആദ്യം നീ വിശ്വസിക്കണം, യേശുക്രിസ്തു ദൈവമാണ്. യേശുക്രിസ്തു ലോകരക്ഷകനാണ്. യേശുക്രിസ്തു സൗഖ്യദായകനാണ്. യേശുക്രിസ്തുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, എന്നെ സഹായിക്കുമെന്ന് ഹൃദയത്തിൽ നീ ഉറച്ചു വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. നിനക്ക് വേണ്ടി ഇന്നൊരത്ഭുതം ചെയ്യുവാൻ യേശുവിന് മനസ്സുണ്ട്. അതിനുവേണ്ടി നീ ഹൃദയത്തെ ഒരുക്കണം. തുടർന്ന് നടക്കുന്ന ദിവ്യകാരുണ്യ ആരാധനയിൽ കർത്താവ് അത്ഭുതം ചെയ്യാൻ പോകുക നിങ്ങൾക്ക് വേണ്ടി.
ഈ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ തന്നെ ശക്തമായ ദൈവിക ഇടപെടൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ലാസറിന്റെ കബറിടത്തുങ്ങൾ യേശു വന്നു നിന്നപ്പോൾ അവിടെ കൂടിയിരുന്ന ജനക്കൂട്ടത്തിൽ ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, യേശുവിന് ലാസറിനെ ഉയർപ്പിക്കാൻ സാധിക്കുമോ എന്ന്. കാരണം ലാസർ മരിച്ചിട്ട് 4 ദിവസങ്ങൾ പിന്നിട്ടിരുന്നു. അവിടെ കൂടിയിരുന്ന ഏതെങ്കിലുമൊക്കെ വ്യക്തിയുടെ ഹൃദയത്തിൽ അവർ സംശയിച്ചിട്ടുണ്ട്, മരിച്ച് അടക്കപ്പെട്ട് ചീഞ്ഞു തുടങ്ങിയ ഈ ശരീരത്തിന്റെ മേൽ ജീവൻ പകരുവാൻ യേശുവിന് സാധിക്കുമോ എന്ന്. സാധിക്കും, കാരണം യേശു ദൈവമാണ്. എല്ലാം അസ്തമിച്ചു. ജീവിതത്തിൽ ഇന്ന് വരെ എനിക്ക് വിജയമുണ്ടായിട്ടില്ല. യേശുവേ, ഞാൻ എന്തോരെ പ്രാർത്ഥിച്ചു, ഞാൻ എത്രയോ ദിവസങ്ങൾ ഉപവസിച്ചു, എന്നിട്ടും എന്റെ ജീവിതത്തില് തകർച്ചകളും പരാജയങ്ങളുമല്ലേ. നീ പരാജയപ്പെട്ടിട്ടില്ല. നിന്റെ പരാജയങ്ങൾ മുഴുവൻ വിജയത്തിന്റെ ചവിട്ടുപടികളായിട്ട് മാറാൻ പോവുക. ഹല്ലേലൂയ. ഉറപ്പാണ്, നിന്റെ ജീവിതത്തിലുണ്ടായ സകല പരാജയങ്ങളും നിന്നെ വിജയത്തിലെത്തിക്കാൻ പോവുക. എന്റെ അടുക്കൽ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, ആ മകൻ പറയാണ്, ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ വിജയിച്ചിട്ടില്ല. ഞാൻ ഏർപ്പെട്ട സകല കാര്യങ്ങളിലും ഞാൻ പരാജയപ്പെട്ടുപോയി. എന്തേ അവൻ പരാജയപ്പെടാനുള്ള കാരണം? അതിന് 2-3 കാരണമുണ്ട്. ഒന്ന്, അവൻ തെരഞ്ഞെടുത്ത പാപത്തിന്റെ വഴികൾ അവനെ തോൽവിയിലേക്ക് നയിച്ചു. അവൻ തെരഞ്ഞെടുത്ത പാപത്തിന്റെ വഴികൾ അവനെ തോൽവിയിലേക്ക് നയിച്ചു. 2, അവന്റെ ഹൃദയത്തിൽ ആഴമുള്ള വിശ്വാസമില്ലായിരുന്നു. നിന്റെ കടബാധ്യത എത്ര ലക്ഷമായിക്കൊള്ളട്ടെ, യേശുവിന് നിന്റെ ജീവിതത്തെ പടുത്തുയർത്തുവാൻ സാധിക്കും. ലാസറിന് ജീവൻ കൊടുത്ത ദൈവം നിന്റെ ജീവിതത്തില് വിജയം നൽകുവാൻ പോകുക. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിച്ചേ. എന്റെ ജീവിതത്തിൽ യേശു വിജയം നൽകും. അത് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തിയടിച്ച് ശക്തമായിട്ട്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വചനം പറയുന്നു, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല. അസാധ്യമെന്നൊരു വാക്ക് ദൈവത്തിന്റെ ഡിക്ഷണറിയിലില്ല. ദൈവത്തിന്റെ മുൻപിൽ അസാധ്യം, ഇമ്പോസിബിൾ എന്നൊരു വാക്കില്ല. വചനം പറയുന്നു, നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ന വചനം ഉപയോഗിച്ചിരിക്കുന്നത് ബഹുവചനത്തിലാണ്. നിങ്ങൾക്ക്, വിശ്വാസികളുടെ സമൂഹത്തോട് യേശു പറയുകയാണ്, നിങ്ങൾക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് പറയാനുണ്ടായ സാഹചര്യം എന്താണെന്നറിയാമോ? ഒരു അപസ്മാര രോഗിയെ യേശുവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്നു. യേശു ആ അപസ്മാര രോഗിയിലെ ദുരാത്മാവിനെ ബഹിഷ്കരിക്കുന്നുണ്ട്. അതിന് മുൻപൊരു സംഭവം നടന്നു. യേശുവിനെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു പ്രാർത്ഥിക്കുവാനായിട്ട്. അവർ പ്രാർത്ഥിച്ചിട്ട് ഈ ദുരാത്മാവ് വിട്ടുമാറിയില്ല. അങ്ങനെയാണ് ഈ രോഗിയെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. യേശു ചോദിക്കുന്നു, അല്പവിശ്വാസികളെ, നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? നിങ്ങളുടെ വിശ്വാസം എവിടെ പോയി? ഇത് പറഞ്ഞിട്ട് യേശു പറയാം, അവനെ എന്റെ അടുക്കൽ കൊണ്ടുപോവാ. യേശു കൽപ്പിച്ചു. ആ ദുരാത്മാവ്, അപസ്മാര രോഗത്തിന്റെ ആത്മാവ് ആ മനുഷ്യനെ വിട്ടുമാറുകയാണ്. യേശു പറയുകയാണ്, പ്രാർത്ഥന കൊണ്ടല്ലാതെ ഈ വർഗം പുറത്തു പോകത്തില്ല. അടുത്തൊരു വചനം വിശ്വാസ സമൂഹത്തോട് മൊത്തം പറയുകയാണ്, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല. നിങ്ങൾക്ക് എല്ലാവരും പറയാ, നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്ന് പറഞ്ഞ ഈ വചനം നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ഏറ്റെടുത്തേ. യേശു പറയുന്നു, നിനക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല. എന്തിന്റെ ഉറപ്പിലാണ് നിങ്ങളിത് പറഞ്ഞത്? എനിക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ലെന്ന് എന്ത് ഉറപ്പിലാണ് നിങ്ങൾ പറഞ്ഞത്? ഒറ്റ ഉറപ്പേ ഉള്ളൂ, യേശുക്രിസ്തു എൻ്റെ ഉള്ളിൽ ഉണ്ട്. യേശുക്രിസ്തു എന്റെ ഉള്ളിൽ ഉണ്ട്. യേശുക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്. യേശു എന്നോടൊത്ത് വസിക്കുന്നു. അവൻ എന്നിലായിരിക്കുന്നു. എനിക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല. ഒന്ന് വിളിച്ചു പറയാമോ? യേശു എന്റെ ഉള്ളിൽ വസിക്കുന്നു. യേശു എന്നോടൊത്ത് വസിക്കുന്നു. യേശു എന്നിലായിരിക്കുന്നു. എനിക്ക് യാതൊന്നും അസാധ്യമായിട്ടില്ല. എല്ലാം സാധ്യമാക്കുന്നവനായ യേശു എന്റെ ഉള്ളിൽ എന്നോടൊത്ത് വസിക്കുന്നു.
എന്റെ പരാജയങ്ങളെ യേശു വിജയമാക്കും. എന്റെ തോൽവികളെ യേശു വിജയമാക്കും. എന്റെ നഷ്ടങ്ങളെ യേശു അനുഗ്രഹമാക്കും. എന്റെ തകർച്ചകളെ യേശു ഉയർച്ചയാക്കി മാറ്റും. രണ്ട് കരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണരട്ടെ, മനസ്സുണർന്ന ഹൃദയമുണർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഉണർവിന്റെ അഭിഷേകം അയക്കണമേ. ഈ സമൂഹത്തിന് മേല ഉണർവിന്റെ ശക്തി അയക്കണമേ. ഇവിടെ വിശ്വാസത്താൽ ഇവിടെ ഹൃദയം ഉണരട്ടെ, വിശ്വാസത്താൽ ഇവിടെ മനസ്സുണരട്ടെ, വിശ്വാസത്താൽ ഇവിടെ മനസ്സുണരട്ടെ. നിരാശകളും ദുഃഖങ്ങളും ഭയങ്ങളും വിട്ടുമാറട്ടെ. കർത്താവിന്റെ ആത്മാവ് നിറയട്ടെ. ഉണർന്ന് ഹൃദയം ഉണർന്ന് സ്തുതിച്ചേ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. കർത്താവേ, ആത്മാവിനെ അയക്കണമേ. വിശ്വാസത്തിന് അഭിഷേകം നിറയ്ക്കണമേ. ഹല്ലേലൂയ. മരവിച്ച മനസ്സുകളെ വിശ്വാസത്തിന്റെ ശക്തിയാൽ ഉണർത്തണമേ. മരവിച്ച മനസ്സുകളെ, തണുത്തുപോയ മനസ്സുകളെ വിശ്വാസത്തിന്റെ ശക്തിയാൽ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, വിശ്വാസത്തിന്റെ അഭിഷേകം അയക്കണമേ. സ്തുതിച്ചേ, കരമടിച്ചു ശക്തമായിട്ട്. വിശ്വാസത്തിന്റെ കരുത്തു നിറയട്ടെ. മനസ്സിന്റെ മണ്ഡലങ്ങൾ തുറക്കപ്പെടട്ടെ. ചിന്താധാരകൾ തുറക്കപ്പെടട്ടെ. ഓർമ്മകൾ സ്വതന്ത്രമാവട്ടെ. അവിശ്വാസത്തിന്റെ ആത്മാവ് വിട്ടുമാറട്ടെ. അവിശ്വാസത്തിന്റെ ബന്ധനം അഴിയട്ടെ. അവിശ്വാസത്തിന്റെ കെട്ടുകളയട്ടെ. വിശ്വാസത്തിന്റെ ശക്തി കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ചു. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച ആ സമൂഹം, അന്നത്തെ ഫരീസയന്മാരും നിയമജ്ഞന്മാരും പട്ടാളക്കാരും ഉയർന്ന ആളുകളൊക്കെ, അവര് മനസ്സിൽ ചിന്തിച്ചു, അല്ലെ അവർ പരസ്പരം പറഞ്ഞിട്ടുണ്ട്, അവനെ ക്രൂശിക്കുന്നതോടുകൂടെ അവന്റെ അധ്യായം അവസാനിക്കും. യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്നതോടുകൂടെ അവന്റെ അധ്യായം അവസാനിക്കുമെന്നവർ ചിന്തിച്ചു. ക്രൂശിൽ യേശു മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റില്ലായിരുന്നെങ്കിൽ മറ്റൊരു കഥയായിട്ട് നമ്മുടെ ജീവിതം മാറുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരിച്ചറിയണം, യേശു ക്രൂശിൽ മരിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. ക്രൂശിന്റെ ചുവട്ടിൽ നിന്നവര് അവനെ ക്രൂശിൽ ഏറ്റുവാനായിട്ട് കൊണ്ടുപോയവർ, ക്രൂശുമരണത്തിന് വിധിച്ച പീലാത്തോസ് ഉൾപ്പെടെയുള്ള പലരും ചിന്തിച്ചിട്ടുണ്ടാവാം, ക്രൂശുമരണത്തോടുകൂടെ ഈ കഥ ഇവിടെ അവസാനിക്കും, ഈ അധ്യായം ഇവിടെ തീരുമെന്ന്. യേശുവിനെ ക്രൂശിച്ചവരൊക്കെ ചുവട്ടിൽ നിന്ന് വിജയം ആഘോഷിക്കാൻ തുടങ്ങി. ചിലർ പറഞ്ഞു, നീ ദൈവപുത്രനല്ലേ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. ക്രൂശിൽ നിന്ന് യേശു ഇറങ്ങി വന്നില്ല. ഇറങ്ങി വന്നോ? ഇല്ല. അവനെ ക്രൂശിൽ തറച്ചവര് ചിന്തിച്ചു, യേശുവിന്റെ ക്രൂശ് മരണം ഒരു പരാജയമായി തീരുമെന്ന്. തെറ്റിപ്പോയി. യേശുവിന്റെ ക്രൂശ് മരണമാണ് ഏറ്റവും വലിയ വിജയത്തിന്റെ കഥ. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? യേശുവിന്റെ ക്രൂശിലെ മരണമാണ് ഏറ്റവും വലിയ വിജയം. യേശുവിന്റെ ക്രൂശിലെ സഹനമാണ് ഏറ്റവും വലിയ വിജയം. കരമടിച്ചു സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ക്രൂശിന്റെ ചുവട്ടിൽ നിന്ന് ഭൂരിപക്ഷം ആളുകളും ചിന്തിച്ചിട്ടുണ്ട്, ക്രൂശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതോടുകൂടി ആ അധ്യായം അവസാനിക്കുന്നു, കഥ അവിടെ തീരുന്നു. തെറ്റിപ്പോയി. കഥ അവിടെ തീരുന്നില്ല. ക്രൂശിലെ മരണം ഒരു പരാജയമാണെന്ന് ചിന്തിച്ചവർക്ക് തെറ്റിപ്പോയി. ദൈവത്തിന്റെ പുത്രൻ ഈ ഭൂമിയിൽ വന്ന് എന്തിനു സഹിച്ചു, എന്തിനു വേണ്ടി സഹിക്കണമെന്ന് ചിന്തിച്ചവർക്ക് തെറ്റിപ്പോയി. പിടർക്കപ്പെട്ട നെഞ്ചിന്റെ ഉള്ളിൽ എനിക്കും നിങ്ങൾക്കും ഇടമുണ്ട്. ആ ക്രൂശിലൂടെ മാത്രമേ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലെത്തുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. ആ കുരിശിലാണ് ആത്യന്തികമായ വിജയം. വിശ്വസിക്കുന്നവരുടെ കരമടിച്ചു സ്തുതിച്ചേ.
ആ ക്രൂശിലാണ് ആത്യന്തികമായ വിജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശ് വിജയത്തിന്റെ ചിഹ്നമായിട്ട് മാറുകയാണ്. സഹനം ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് മാറുകയാ. ഈ സമൂഹത്തിൽ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഈ സമൂഹത്തിൽ സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഇന്ന് ഈ ലോകം നിലനിൽക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നിൽ സഹിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ത്യാഗമേറ്റെടുക്കുന്നവർ അനേകരുണ്ട്. നിശബ്ദമായിട്ട് സഹിക്കുന്ന അനേക വ്യക്തികളുണ്ട്. പല കുടുംബങ്ങളിലും അമ്മച്ചിമാരെ ഒത്തിരി സഹിക്കുന്നവരുണ്ട്. ഈ ധ്യാന ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പല അമ്മച്ചിമാരും എൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാൻ നിന്നപ്പോൾ ഞാൻ കണ്ടു ചില അമ്മമാരുടെയൊക്കെ കണ്ണുകള് നിറഞ്ഞൊഴുകിയാണ്. പലരും മക്കളെ ഓർത്ത് വേദനിക്കുന്നവരാ. വഴിതെറ്റിപ്പോയ മക്കൾ, മദ്യപാനികളായ മക്കൾ, അല്ലെ മക്കളുടെ വിവാഹം നടക്കുന്നില്ല. ഇന്നലെ ഒരു അമ്മ വന്ന് എന്നോട് പങ്കുവച്ചു. ഒരുപക്ഷെ ഈ വചനകൂടാരത്തിൽ വചനം കേൾക്കുന്നുണ്ടാവാം. അമ്മ പറയാണ്, എന്നെ 39 വയസ്സുള്ള മകന് വിവാഹം നടന്നിട്ടില്ല, അവന് മദ്യപാനിയാണ്. ഈ അമ്മ കരയുകയാണ്. ആ അമ്മയുടെ കണ്ണുകളിലൂടെ ഇറ്റുവീഴുന്ന ചുടുകണ്ണുനീര്, ഈ കണ്ണുനീര് അനേകം സഹിക്കുന്ന അമ്മമാർ, കിടപ്പ് രോഗികളായിട്ടുള്ളവർ. നിങ്ങളുടെ വീട്ടിലൊരു കിടപ്പ് രോഗിയുണ്ടോ? നിങ്ങളുടെ വീട്ടിലൊരു കിടപ്പ് രോഗി സഹിക്കുന്നുണ്ടോ? തിരിച്ചറിയുക, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ. കിടപ്പ് രോഗികൾ എവിടെയുണ്ടോ തിരിച്ചറിയുക. കിടപ്പ് രോഗിയുള്ള കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഇന്നലെയും മിനിയാന്നുമൊക്കെ ആയിട്ട് ചില കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്ക പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ഒത്തിരി സങ്കടം തോന്നി. മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ, കഴിവില്ലാത്ത കുട്ടികൾ, പലവിധ രോഗങ്ങൾ ബാധിച്ച കുഞ്ഞുങ്ങൾ, ചികിത്സിച്ചിട്ട് ഒരു വ്യത്യാസമില്ലാത്ത കുഞ്ഞുങ്ങളെയുമായിട്ട് പലരും ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നു. ചില കുട്ടികൾക്കാണെങ്കിൽ തിരിച്ചറിവില്ല, ബുദ്ധിക്ക് വളർച്ചയില്ല, അംഗവൈകല്യമുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഇന്നലെ മിനിയാന്നൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ഇന്നും കൊണ്ടുവന്നിരുന്നു. ഈ കുഞ്ഞുങ്ങളെയുമായിട്ട് സഹിക്കുന്ന അമ്മമാര്, ആ കുടുംബത്തിലെ അപ്പന്മാര്, മറ്റുള്ളവരെ തിരിച്ചറിയുക, നിങ്ങൾ വിജയത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അംഗവൈകല്യമുള്ളൊരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ആ കുഞ്ഞൊരു പാപവും ചെയ്യുന്നില്ല. മന്ദബുദ്ധിയായ ഒരു കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? തിരിച്ചറിയുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാണ്. കാരണം മന്ദബുദ്ധിയായ ഈ കുഞ്ഞ് ഒരു പാപവും ചെയ്യുന്നില്ല. ഒരു പാപവും ചെയ്യാത്തവനായ ക്രിസ്തു നിങ്ങളുടെ വീട്ടിലുണ്ട്. കരമടിച്ചു എന്ന് കർത്താവിനെ സ്തുതിക്കാമോ? തളർവാദം പിടിപെട്ട് സംസാരശേഷി പോലുമില്ലാതെ തളർന്ന കൈകളും കാലുകളും നടുവുമായിട്ട് കിടക്കുന്ന ഒരമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടോ? തിരിച്ചറിയുക, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ. കരമടിച്ചൊന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷുഗർ രോഗം ബാധിച്ച് കാല് മുറിച്ചൊരപ്പൻ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഞാൻ പറയുന്നു, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ. ആ സഹിക്കുന്ന പിതാവിന്റെ സഹനത്തിലൂടെ ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. മക്കളും തലമുറകളും അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ. ക്രിസ്തു ക്രൂശിൽ സഹിച്ചു. ആ സഹനം പരാജയമായിരുന്നില്ല, അത് വിജയമായിരുന്നു. നമ്മൾ വിജയം ആഘോഷിക്കാനായി ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ വിശുദ്ധ കുർബാന ആഘോഷമായിട്ട് അർപ്പിക്കുമ്പോൾ തിരിച്ചറിയുക, ഇത് വിജയാഘോഷമാണ്. വിശുദ്ധ കുർബാന ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ വിജയത്തിന്റെ ആഘോഷമാണ് ഓരോ വിശുദ്ധ കുർബാനയും. ക്രിസ്തുവിന്റെ ക്രൂശിലെ സഹനം പരാജയമായിരുന്നില്ല. കഴിഞ്ഞ വർഷം അതിരമ്പുഴ കാനിഷ്മാന് ധ്യാനം നടത്തുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട സിസ്റ്റർ എൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ബ്രദറെ, എന്റെ വീട്ടിൽ 6 മക്കളുണ്ട്. അപ്പച്ചൻ മരിച്ചുപോയി. 70 വയസ്സ് പിന്നിട്ട് എന്റെ അമ്മച്ചിയുണ്ട്. ആ സിസ്റ്റർ ഇപ്രകാരം എന്നോട് പറഞ്ഞു, ഞങ്ങൾക്കൊരേ ഒരാങ്ങളെയുള്ളൂ. ഞങ്ങൾ 3 സിസ്റ്റേഴ്സ്, 3 സഹോദരിമാരുണ്ട്. വേറെ 7 മക്കളുണ്ട് മൊത്തം. 3 സഹോദരിമാരുടെ വിവാഹം കഴിഞ്ഞു പോയി. ഞങ്ങളുടെ സിസ്റ്റേഴ്സൊക്കെ പല സ്ഥലങ്ങളിലാണ്. ആ ബഹുമാനപ്പെട്ട സിസ്റ്റർ എന്നോട് പറയുകയാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു ആങ്ങളെയുള്ളൂ. അവൻ ഏകദേശം
30-32 വയസ്സായി. മന്ദബുദ്ധിയാണ്, കഴിവില്ലാത്ത ഒരാങ്ങളെയാണ് എനിക്കുള്ളത്. അടുത്ത ചോദ്യം ആ സിസ്റ്ററിനോട് ചോദിച്ചു, ഇതാണ് എൻ്റെ ആങ്ങളെയും അമ്മയും കൂടി ഞാനൊന്ന് ധ്യാനം കഴിയുമ്പോൾ വരുത്താം, ബ്രദറിനൊന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ധ്യാനത്തിന്റെ അവസാനത്തെ ദിവസം ഇതാ 75 വയസ്സോളം പ്രായമുള്ള വൃദ്ധയായ ഒരമ്മ തന്റെ മകനെയുമായിട്ട് വരിക. ഏകദേശം 35 വയസ്സോളം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവൻ പാന്റും ഷർട്ടും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ഈ അമ്മ ഈ മകന്റെ കയ്യെ പിടിച്ചിട്ടുണ്ട്. അവനൊരു മന്ദബുദ്ധിയായ ചെറുപ്പക്കാരനാ. 75 വയസ്സോളം പ്രായമുള്ള ഈ പെറ്റമ്മ വേണം ഇവന്റെ കാര്യങ്ങളെല്ലാം നോക്കുവാൻ. ഈ അമ്മയുടെ സഹനം ഒരു പരാജയമല്ല. ഈ അമ്മയുടെ കണ്ണുനീര് ഒരു തോൽവിയല്ല. ഈ അമ്മയുടെ വേദന ഒരു തോൽവിയല്ല. ഞാൻ ഒത്തിരി സ്നേഹത്തോടെ ആ മോന് വേണ്ടിയും അമ്മച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ഈ സിസ്റ്റർ കണ്ണുനീര് തുടയ്ക്കുന്നുണ്ട്. ആ സിസ്റ്ററിന് പറഞ്ഞു, ബ്രദറെ, ഇവനെ നോക്കുന്നത് അമ്മച്ചിയെ, വേറെ ആരുമില്ല. അപ്പൻ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയി. നോക്കിക്കേ, ആ അമ്മയുടെ സഹനം. മന്ദബുദ്ധിയായ മകനെയുമായിട്ട് ഈ അമ്മ നടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു തെറ്റും ചെയ്യാതെ സഹിക്കുന്നവർ ഇവിടെ ഉണ്ടാകാം. ആ സഹനം തലമുറകൾക്ക് അനുഗ്രഹമായിട്ട് മാറാൻ പോകുക. നിന്റെ ബിസിനസ് പൊട്ടിയോ? നീ തുടങ്ങിയ ബിസിനസ്സുകൾ മുഴുവൻ പരാജയപ്പെട്ടോ? ഞാൻ പറയുന്നു, നീ പരാജയപ്പെട്ടിട്ടില്ല. നീ പരാജയപ്പെടുന്നത് എപ്പോഴാണെന്നറിയാമോ? ക്രിസ്തുവിനെ നീ വിട്ടുപേക്ഷിക്കുമ്പോൾ, ക്രിസ്തുവിന്റെ വചനം നീ അവഗണിക്കുമ്പോൾ, യേശു ക്രിസ്തുവിനെ നീ വേണ്ട എന്ന് വെക്കുമ്പോഴാ നിന്റെ ജീവിതം പരാജയപ്പെടുന്നത്. അത്താഴത്തിന് അരിയില്ലെങ്കിലും നിന്റെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെങ്കിൽ നീ വിജയിച്ചവനാ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ. ക്രിസ്തുവിനെ നെഞ്ചിന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയും പരാജയപ്പെട്ടവനല്ല. അവൻ വിജയത്തിന്റെ മുകളിലാ. ക്രൂശ് വഹിക്കുന്നവരെല്ലാം വിജയത്തിന്റെ പാതയിലൂടെ നടക്കുന്നവരാ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ ദൃഷ്ടിയിൽ ഒരുപക്ഷെ അവൻ പരാജയപ്പെട്ടവനായിരിക്കാം. അവന്റെ ബിസിനസ് പൊളിഞ്ഞു, കടബാധ്യതയായി, ഒരു മാർഗവുമില്ല, വസ്തുക്കളൊക്കെ വിറ്റ് ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ബന്ധുക്കാരും സ്വന്തക്കാരും നാട്ടുകാരും എല്ലാവരും പറയും അവനൊരു കഴിവില്ലാത്തവന്. അതുകൊണ്ട് എല്ലാം തീർന്നു, എല്ലാം തീർത്തവൻ, അസ്തമിച്ചു. ഭാര്യയും മക്കളും എല്ലാവരും വാടക വീട്ടിൽ കിടക്കുന്നു. അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടവനാ. ഞാൻ പറയുന്നു, അവൻ പരാജയപ്പെട്ടിട്ടില്ല. അവൻ ക്രിസ്തുവിന്റെ വചനമനുസരിക്കുന്നവനാണെങ്കിൽ, യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ പരാജയപ്പെട്ടിട്ടില്ല. ശൂന്യതയിൽ നിന്ന് ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിക്കട്ടെ. ഉണ്ടാകട്ടെ എന്ന വചനത്താൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. സ്തുതിക്കട്ടെ, കരമടിച്ച് ശക്തമായിട്ട്. പോരാ, വാ തുറന്നേ, സ്തുതിക്കട്ടെ. ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, വിജയം വരിച്ചവരെ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ പരാജയപ്പെട്ടിട്ടില്ല. നീ പരാജയപ്പെടുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. ഉയർത്തെഴുന്നേറ്റ യേശു എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ വസിക്കുന്നു. എന്റെ ജീവിതത്തിൽ എപ്പോഴാ പരാജയമെന്നറിയാമോ? എന്റെ യേശു എന്നെ വിട്ടുമാറുമ്പോഴാ എന്റെ ജീവിതത്തിൽ പരാജയം. ഞാൻ സഹിക്കുമ്പോൾ യേശു എന്റെ കൂടെയുണ്ട്. ഞാൻ വിജയിക്കുമ്പോൾ യേശു എന്റെ കൂടെയുണ്ട്. ഞാൻ നടക്കുന്ന വഴികളിൽ യേശു എന്റെ കൂടെയുണ്ട്. ഞാൻ തളരാതെ വീണുപോകാതെ എന്നെ താങ്ങുന്നവനായ യേശു എന്റെ കൂടെയുണ്ട്. ഞാൻ പരാജയപ്പെടത്തില്ല. യേശു എന്റെ കൂടെയുണ്ട്. യേശു നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ട ഒരു വ്യക്തിയല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു തെറ്റായ മനുഷ്യന്റെ ചിന്തയാണിത്. എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവനെ പിന്നെ ഒന്നിനും കൊള്ളത്തില്ല. മന്ദബുദ്ധിയായിട്ടുള്ളൊരു കുഞ്ഞുണ്ടോ? ഓ, ആ കുടുംബമായിട്ട് ശാപം കിട്ടിയ കുടുംബ. ആര് പറഞ്ഞു ആണെന്ന്?
ഈ മന്ദബുദ്ധിയായിട്ടുള്ള കുഞ്ഞ് ഒരു കുഞ്ഞു തെറ്റ് ചെയ്യുന്നുണ്ടോ? ഒരു കള്ളം പറയുന്നുണ്ടോ? എന്താ ഒരു പാപവും ചെയ്യാത്ത നിഷ്കളങ്കനായ ഒരു കുട്ടിയാ. അങ്ങനെ ഒരു കുഞ്ഞുണ്ടോ? ഉറപ്പാണ് ക്രിസ്തു നിശബ്ദമായിട്ട് ആ വീട്ടിൽ സഹിക്കുക. നമ്മൾ വിധിക്കുന്നത് പോലെയല്ല കാര്യങ്ങളുടെ കിടപ്പ്, നമ്മൾ തീരുമാനിക്കുന്ന പോലെയല്ല ദൈവത്തിന്റെ കാഴ്ചപ്പാടുകൾ. രണ്ട് കരമേത്തി ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണർവോടെ ശക്തമായി കർത്താവേ, പ്രത്യാശ കൊണ്ട് ഈ ജനത്തെ നിറയ്ക്കണമേ, പ്രത്യാശ കൊണ്ട് ഈ ജനത്തെ നിറയ്ക്കണമേ. മനസ്സുള്ള നിരാശകളും ദുഃഖങ്ങളും ഭാരങ്ങളും വിട്ടുമാറട്ടെ. വിശ്വാസത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. പ്രത്യാശ നിറയട്ടെ, പ്രത്യാശ നിറയട്ടെ. ശക്തമായി സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. യേശുവിന് എന്നെ പറ്റി കരുതലുണ്ട്. വിളിച്ചു പറഞ്ഞേ, യേശുവിന് എന്നെ പറ്റി കരുതലുണ്ട്. യേശുവിന് എന്നെ പറ്റി കരുതലുണ്ട്. ഞാൻ തകർന്നു പോകുവാൻ, എന്റെ കുടുംബം തകർന്നു പോകുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. കർത്താവിന് ഞങ്ങളെ പറ്റി കരുതലുണ്ട്. കർത്താവിന് ഞങ്ങളെ പറ്റി കരുതലുണ്ട്. കരമടിച്ചൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തിന്റെ മേല് ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അയക്കണമേ. ദൈവജനത്തിന്റെ ഹൃദയം ഉണരട്ടെ, മനസ്സിന്റെ കെട്ടുകൾ ഇയ്യട്ടെ, നിരാശ വിട്ടുമാറട്ടെ, കുറ്റബോധം വിട്ടുമാറട്ടെ. തകർന്ന മനസ്സുകളിലേക്ക് ആത്മാവിന്റെ ശക്തി ഒഴുകട്ടെ. തകർന്ന മനസ്സുകളിലേക്ക് ദൈവ സ്നേഹം ഒഴുകട്ടെ. തകർന്ന മനസ്സുകൾ ഉണർവിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. നമുക്ക് കരമടിച്ച് ഒന്ന് ചേർന്ന് പാട്ടുപാടാം. ഈ ഗാന ശുശ്രൂഷരെല്ലാവരും അധരങ്ങൾ തുറന്ന് പാടണം. ശക്തമായിട്ട് കരമടിക്കണം. മനസ്സ് തുറന്ന് ആനന്ദിച്ച് പാടണം. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. തിന്മകളൊന്നും വരികയില്ല, അനർത്ഥങ്ങളൊന്നും തൊടുകയില്ല. ഈശോയേ, മരണത്തെ ജയിച്ചവരേ, ഈശോയേ, മരണത്തെ ജയിച്ചവരേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ. കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴ. കരമുയർത്തി അടിച്ച് പാടിക്കേ. വഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. 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 സങ്കടപ്പെടുത്തിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. ചെങ്കടൽപ്പെടുത്തി ദൈവജനത്തെ കാണാൻ ദേശത്തെത്തിച്ച കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കരമടിച്ചു ചേർന്ന് പാടിക്കേ. ആകാശത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാ മുഴങ്കാലുകളും മടങ്ങുന്ന യേശു ക്രിസ്തുവിന്റെ ശക്തിയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ ജനം വിടുതൽ പ്രാപിക്കട്ടെ. കുടുംബ തകർച്ചകൾ നീങ്ങിപ്പോകട്ടെ. പരാജയങ്ങൾ വിട്ടുമാറട്ടെ. നിരാശകൾ വിട്ടുമാറട്ടെ. ഭയങ്ങൾ വിട്ടുമാറട്ടെ. അടിക്കടിയുള്ള പരാജയങ്ങൾ, തകർച്ചകൾ കുടുംബങ്ങളെ വിട്ടുമാറട്ടെ. ഈ ജനം മുഴുവൻ ഇന്ന് യേശുനാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. നമ്മൾ വിജയത്തിലേക്കാണ്. അനുഗ്രഹിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് പരാജയമില്ല.
സ്തോത്രഗീതം ഏറ്റുപാടിടാം. തിരുനാമമെന്നും പ്രകീർത്തിക്കാം. ജനതകൾ മധ്യേ പ്രഘോഷിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്തോത്രഗീതം ഏറ്റുപാടി കരങ്ങൾ വീശി ആരാധന ആരാധന ആയിരം ആരാധന. നിശബ്ദമായിട്ട് സഹിക്കുന്നവരുണ്ട്, അവർ ഭാഗ്യവാന്മാരാ. സഹിക്കുന്ന ഓരോ വ്യക്തികളും ക്രിസ്തുവിന്റെ പ്രിയപ്പെട്ടവരാ. ഈ സമൂഹത്തിൽ സഹിക്കുന്നവര് യേശുവിന്റെ കണ്ണിലെ കൃഷ്ണമണികളാ. ആരൊക്കെ നിശബ്ദമായിട്ട് സഹിക്കുന്നു? ഒറ്റപ്പെടുത്തപ്പെടുന്നവർ, മറ്റുള്ളവരാൽ അവഗണിക്കപ്പെടുന്നവർ, ചവിട്ടപ്പെടുന്നവർ, കുടുംബത്തിന് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ ജീവിച്ചിട്ട് കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, മക്കൾ വഴിവിട്ടുപോയപ്പോൾ ചങ്കുപൊട്ടിക്കരയുന്ന അമ്മമാരും അപ്പന്മാരും. നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ട്, നിങ്ങളുടെ നൊമ്പരങ്ങൾക്ക് വിലയുണ്ട്. വിശുദ്ധ ബൈബിളിലെ ശക്തനായ ഒരു കഥാപാത്രമാണ് ജോബ്. ജോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ജോബിന്റെ ജീവിതത്തിലേക്ക് വലിയ തകർച്ചകൾ വന്നു. മക്കളെല്ലാവരും മരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. മൂത്ത സഹോദരന്റെ വീട്ടില് സൽക്കാരത്തിലായിരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റ് വീശി ആ ഭവനം വീണു, മക്കളെല്ലാവരും മരിച്ചു. ഒട്ടകക്കൂട്ടങ്ങളെ ഷെബക്കാര് പിടിച്ചുകൊണ്ടുപോയി. ഉണ്ടായിരുന്ന സ്വത്തുക്കളൊക്കെ ഒന്നൊന്നായിട്ട് നഷ്ടപ്പെട്ടു. അവസാനം ഇതാ ജോബിന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ പഴുത്തു ജീർണിച്ചു. ദുർഗന്ധം വമിക്കുന്ന മനുഷ്യനായിട്ടിരിക്കുകയാണ്. ശരീരമെല്ലാം പഴുത്തു ജീർണിച്ച് ദുർഗന്ധം വമിക്കുന്ന മനുഷ്യനായി ജോബ് ഇരിക്കുമ്പോൾ ജോബിന്റെ പ്രിയ ഭാര്യ പറയുന്നു, മനുഷ്യ, നമുക്ക് ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് മരിക്കാം. ജോബിന്റെ ഭാര്യ മടുത്തു കഴിഞ്ഞു. മക്കൾ നഷ്ടപ്പെട്ടു, സ്വത്തുക്കൾ നഷ്ടപ്പെട്ടു, പ്രിയ ഭർത്താവ് രോഗിയായി തീർന്നു. ദുർഗന്ധം വമിക്കുന്ന മനുഷ്യൻ, എല്ലാവരാലും ഒറ്റപ്പെടുത്തപ്പെട്ട അവസ്ഥയിൽ ആ സഹോദരി പറയുകയാണ്, നമുക്ക് മരിക്കാം, നമുക്ക് മരിക്കാം, ഈ ജീവിതം അവസാനിപ്പിക്കാം. ഈ കൺവെൻഷൻ ഗ്രൗണ്ടിൽ ഏതെങ്കിലും വ്യക്തികൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്ത മാറ്റുക. നിനക്ക് ജീവിതത്തില് എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അത് തിരിച്ചു തരുവാൻ യേശുക്രിസ്തു സർവശക്തനാ. ഈ അപ്പത്തിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ദൈവം, ഉയർത്തുന്നേറ്റ യേശു സർവശക്തനാ. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിച്ചേ. ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. യേശുവേ 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 യേശുവേ. നിനക്കും നിന്റെ കുടുംബത്തിനും നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചു തരാൻ സർവശക്തനായവൻ ഇവിടെയുണ്ട്. ശത്രുക്കൾക്ക് മുൻപിൽ വിരുന്നൊരുക്കുന്ന ദൈവം ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ചു സ്തുതിക്കട്ടെ.
കരമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ. നിന്റെ ചങ്കിൽ കെട്ടി നിൽക്കുന്ന ദുഃഖഭാരങ്ങൾ, നൊമ്പരങ്ങളും വേദനകളും ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ സമർപ്പിച്ചുകൊണ്ട് കരമുയർത്തി ഒന്ന് വിളിച്ചേ. ചങ്കിലെ നൊമ്പരങ്ങൾ കർത്താവിന് കൊടുത്തേ. നെഞ്ചുപൊട്ടി ഒന്ന് കരഞ്ഞു സ്തുതിച്ചേ. കർത്താവേ, ഹൃദയങ്ങളെ തൊടണമേ. യേശുവേ, യേശുവേ, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കൾ ഇവിടെയുണ്ട്. മക്കളുടെ വഴിതെറ്റി യാത്രയോർത്ത് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഇവിടെയുണ്ട്. കർത്താവേ, അവരുടെ കണ്ണുനീരൊന്ന് ഏറ്റെടുക്കാൻ നീ വരണമേ. ജോലിയില്ല, വിവാഹം നടക്കുന്നില്ല, വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കരങ്ങളിൽ എടുത്തുകൊണ്ട് ചങ്കുപൊട്ടി കരയുന്ന അമ്മമാരിവിടെയുണ്ട്. യേശുവേ, എന്റെ യേശുവേ, യേശുവേ, എന്റെ യേശുവേ, 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 യേശുവേ. പ്രിയപ്പെട്ടവരുടെ മരണത്തിന്റെ ദുഃഖവുമായിട്ട് കഴിയുന്നവർ, ജീവിതത്തിൽ എന്തും പരാജയം ഏറ്റുവാങ്ങി മനസ്സുമടുത്തവരിവിടെയുണ്ട്. വിശ്വാസം പോലും നഷ്ടപ്പെട്ട മക്കൾ ഈ പന്തലിലുണ്ട്. കർത്താവേ, വിശ്വാസത്തിന്റെ അഭിഷേകം അയക്കണമേ. മാതാപിതാക്കളെ ഓർത്ത്, പ്രായമായ മാതാപിതാക്കളെ അന്വേഷിക്കാൻ ആരുമില്ല, ശുശ്രൂഷിക്കാൻ ആരുമില്ല. ഒറ്റപ്പെടുത്തപ്പെട്ട അപ്പച്ചന്മാരെ അമ്മച്ചിമാരെ ഓർത്ത് വേദനിക്കുന്നവരിവിടെയുണ്ട്. വീട്ടില് പ്രായമായ അപ്പൻ മാത്രമേ ഉള്ളൂ, അമ്മ മാത്രമേ ഉള്ളൂ. നൊമ്പരപ്പെടുന്ന ഹൃദയങ്ങൾ, തകർന്ന മനസ്സുകൾ ഇവിടെയുണ്ട്. വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് മക്കളില്ല, വേദനിക്കുന്നവരുണ്ട്. യേശുവേ, ഇവിടെ ജീവിതത്തെ ഒന്ന് തൊടുവാൻ വരണമേ. രണ്ട് കരങ്ങളും എത്തി സ്തുതിച്ചേ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ ശക്തമായൊരു സന്ദേശം നൽകുന്നു. പ്രിയപ്പെട്ടവരുടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ ആരൊക്കെ ഇവിടെയുണ്ട്. അങ്ങനെ ആത്മഹത്യ ചെയ്തു പോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് ഇപ്പോഴും ഹൃദയത്തിലെ കഠിനമായ വ്യഥയുള്ളവർ ആ സങ്കടം കർത്താവിന് കൊടുക്കാൻ പറയുന്നു. ഈ സമൂഹത്തില് അനേകം സന്ധിവാത രോഗികളെ കർത്താവ് തൊടുന്നു. സന്ധിവാത രോഗം കഠിനമായ ദുഃഖത്തിൽ നിന്നുള്ളവായതാ. ആ കഠിനമായ ദുഃഖം യേശു ഏറ്റെടുക്കുന്നു. അത്ഭുതകരമായിട്ട് സന്ധിവാത രോഗത്തിൽ നിന്ന് അനേകരെ കർത്താവ് സൗഖ്യമാക്കുന്നു. കരമടിച്ച് യേശുവിനെ ഒന്ന് സ്തുതിക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് നിങ്ങളുടെ ആവശ്യങ്ങള്, വേദനകള്, സങ്കടങ്ങള് ഒക്കെ ഈശോയ്ക്ക് സമർപ്പിച്ചേ. മക്കളില്ലാത്തവരൊക്കെ പ്രാർത്ഥിച്ചേ. മക്കൾക്ക് വേണ്ടി ഒന്നോ രണ്ടോ കുഞ്ഞുങ്ങളുണ്ട്, ഇനിയും കുഞ്ഞുങ്ങളെ വേണം, ഈശോയോട് ചോദിച്ചേ. വൈകല്യമുള്ള കുഞ്ഞുങ്ങളെ കർത്താവിന് കൊടുത്തേ. ഈ സമൂഹത്തിൽ ഗർഭിണികൾ ഉണ്ട്, അവർ പ്രാർത്ഥിച്ചേ. കർത്താവ്, എന്റെ കുഞ്ഞിനെ പരിശുദ്ധാത്മാവിനെ നിറയ്ക്കണം. വീടില്ല, വസ്തുവില്ല, ബിസിനസ് തകർന്നു, കടബാധ്യത, വിവാഹം നടക്കുന്നില്ല, എല്ലാ വേദനകളും യേശുവിന് കൊടുത്തേ.
നിങ്ങൾക്ക് എന്തൊക്കെ നൊമ്പരങ്ങളുണ്ടോ, ആവശ്യങ്ങളുണ്ടോ, എല്ലാം ഈശോയോട് പറഞ്ഞേ. അവന്റെ അടിപ്പിണരിനാൽ നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. യെശയ്യ 57:19 കർത്താവ് വെളി ചെയ്യുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തും. നിന്നെ പ്രതി വിലപിച്ചവരുടെ അധരങ്ങളിൽ നിന്ന് കീർത്തനങ്ങൾ ഉയരുവാൻ ഞാൻ ഇടയാക്കും. നിങ്ങളുടെ എല്ലാ നൊമ്പരങ്ങളും ആവശ്യങ്ങളും കണ്ണുനീരും ദുഃഖങ്ങളും ഒക്കെ ഈശോയ്ക്ക് കൊടുത്തേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവിന് കൊടുത്തേ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും യേശുവിനെ സ്തുതിച്ചേ. സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും സ്തുതിക്കട്ടെ. കർത്താവായ യേശുവേ, ഈ സമൂഹത്തിലുള്ള എല്ലാ രോഗികളെയും അങ്ങ് സൗഖ്യമാക്കണമേ. കർത്താവെ സൗഖ്യപ്പെടുത്തണമേ. തളർന്ന കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. നടുവും നട്ടലും ബലം പ്രാപിക്കട്ടെ. അസ്ഥി രോഗങ്ങൾ വിട്ടുമാറട്ടെ. തളർന്ന കൈകാലുകൾ ശക്തി പ്രാപിക്കട്ടെ. ക്യാൻസറും ട്യൂമറും വിട്ടുമാറട്ടെ. മൈഗ്രെയിൻ വിട്ടുമാറട്ടെ. തലയുടെ ഭാരം വിട്ടുമാറട്ടെ. നെഞ്ചിന്റെ ഭാരം വിട്ടുമാറട്ടെ. ഹാർട്ട് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ആസ്മ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. കഴുത്തല് ബലപ്പെടട്ടെ. തളർന്ന കൈകാലുകൾ ബലം പ്രാപിക്കട്ടെ. മന്ദബുദ്ധികളായ കുഞ്ഞുങ്ങൾ സൗഖ്യമാവട്ടെ. സന്ധിവാദം വിട്ടുമാറട്ടെ. ഹാർട്ട് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. ശ്വാസകോശ രോഗം വിട്ടുമാറട്ടെ. ആസ്മ രോഗങ്ങൾ സൗഖ്യമാവട്ടെ. അലർജി രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗങ്ങൾ സൗഖ്യമാവട്ടെ. വെള്ളപ്പാണ്ട് സൗഖ്യമാവട്ടെ. നെഞ്ചിലെ വേദന വിട്ടുമാറട്ടെ. ശരീരത്തെ മുഴകൾ അപ്രത്യക്ഷമാവട്ടെ. വന്ധ്യത വിട്ടുമാറട്ടെ. മക്കൾ ജനിക്കട്ടെ. കടബാധ്യത മാറട്ടെ. വീടില്ലാത്തവർക്ക് വീടുണ്ടാവട്ടെ. മക്കളില്ലാത്തവർക്ക് മക്കൾ ജനിക്കട്ടെ. കടബാധ്യത നീങ്ങട്ടെ. വസ്തു വിൽപ്പന നടക്കട്ടെ. സാമ്പത്തിക തകർച്ച വിട്ടുമാറട്ടെ. വിവാഹ തടസ്സം മാറട്ടെ. ജോലി തടസ്സം മാറട്ടെ. വിദേശയാത്രയുടെ തടസ്സം മാറട്ടെ. കർത്താവിന്റെ കരുണ ഒഴുകട്ടെ. യേശുനാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുനാമത്തിൽ അടയാളങ്ങൾ സംഭവിക്കട്ടെ. ശക്തമായി കരമടിച്ചു സ്തുതിക്കട്ടെ. ഈ ജനം വിടുതൽ പ്രാപിക്കട്ടെ. കെട്ടുകൾ അയ്യട്ടെ. തകർച്ച നീങ്ങട്ടെ. പരാജയങ്ങൾ വിട്ടുമാറട്ടെ. തോൽവികൾ വിജയമാവട്ടെ. തോൽവികൾ വിജയമാവട്ടെ. വിജയം നേടട്ടെ. തകർച്ച വിട്ടുമാറട്ടെ. ജീസസ് കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല. നിത്യതേജസിംഗനവും ഇടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല. നിത്യതേജസിംഗനവും ഇടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. എന്റെ വരവിൽ ധ്വനി മുഴങ്ങും. കാക്കളെ പോലെ നാം പറന്നുയരും. നാടന്റെ പ്രിയനാ മണവാളനെ ഭാവിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും. കാക്കളെ പോലെ നാം പറന്നുയരും. നാടന്റെ പ്രിയനാ മണവാളനെ ഭാവിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല. നിത്യതേജസിംഗനമോത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല. എല്ലാവരും പഠിക്കേ. കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല. സിംഗനമോത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. കണ്ണുനീർ സാരമില്ല.
യേശുവേ, സഹിക്കുന്ന മക്കളെ ശക്തമായിട്ട് അനുഗ്രഹിക്കണമേ. സഹനത്തിന്റെ വില ഈ മക്കൾ തിരിച്ചറിയട്ടെ. എല്ലായിടത്തും എപ്പോഴും വിജയം നൽകുന്ന യേശു നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ പരാജയപ്പെടുന്നവരല്ല. വിജയം വരിച്ച യേശു നമ്മുടെ ഉള്ളിലുണ്ട്. സഹനങ്ങൾ പരാജയമല്ല, സഹനങ്ങൾ വിജയമാണ്. കരങ്ങളെ കൂപ്പിപ്പിടിക്കാം. ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗ്ഗത്തിൽ ആഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ, നിത്യമഹോന്നതമപ്പം നീ. സകലേശ ദിവ്യകടാക്ഷം തൂകളമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന ആരാധന ആയിരം ആരാധന. കരങ്ങൾ വീശി ആരാധന ആരാധന ആത്മാവിൻ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.